ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا يا أيها النبي ونبي إذا طلقتم النساء നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന നിങ്ങൾ അവരെ തലാഖ് ചൊല്ലുക ലിഇദ്ദതിഹിന്ന അവരുടെ ആ സമയത്ത് വഅഹ്സുൽ ഇദ്ദ എന്നിട്ട് ആ സമയം നിങ്ങൾ കണക്ക് കൂട്ടുകയും ചെയ്യുക. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ തലാഖിനെ കുറിച്ച് പറയുന്നു. നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന്. തലാഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു തവണ വിവാഹിതനായാൽ പിന്നെ ചില ആളുകൾ പറയുന്നത് പോലെ ദൈവം ചേർത്തത് നമ്മൾ മുറിക്കരുത്, അപ്പൊ തലാഖ് തീരെ പാടില്ല എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നത് പോലെ അല്ല ഇസ്ലാമിലുള്ളത്. മറിച്ച് അനിവാര്യമായ സാഹചര്യങ്ങളിൽ തലാഖ് വേണ്ടി വന്നാൽ, വൈവാഹിക ബന്ധം മുന്നോട്ട് പോവുകയില്ല എന്ന് വന്നാൽ അവിടെ ആ ബന്ധം നിർത്തലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ ദീനാണ്, അല്ലാഹുവിന്റെ ദീനിലുള്ള കാര്യമാണ്. അത് ഹഖാണ്. അതിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ ഹിക്മത്തുണ്ട്, അവന്റെ ഏറ്റവും പരിപൂർണമായ യുക്തിയുണ്ട്. അതുപോലെ പടപ്പുകളോടുള്ള റഹ്മത്തുണ്ട്. അതിൽ അല്ലാഹുവിന്റെ ഏത് നിയമങ്ങളിലും ഉള്ളതുപോലെ, അല്ലാഹുവിന്റെ ദീനിലെ ഏതേത് കാര്യത്തിലും ഉള്ളതുപോലെ. കാരണം നമുക്കെല്ലാവർക്കും നമ്മുടെ പലരുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും അനുഭവങ്ങളിൽ നിന്ന് അറിയുന്ന കാര്യമാണ്, ചില സന്ദർഭങ്ങളിൽ ബന്ധം വേർപെടുത്തേണ്ടി വരും, മുന്നോട്ട് പോവുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കടിച്ചുപിടിച്ച് ഞെരിച്ചമർത്തി കുഴപ്പങ്ങളും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അനീതിയും അക്രമവും ഒക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതല്ല. പിരിയുകയാണെങ്കിൽ ഖൈറായ നിലയ്ക്ക് പിരിയുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനിവാര്യമായ ഘട്ടങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് വിധികളും വിലക്കുകളും നമ്മോട് പറഞ്ഞിരിക്കുന്നു. തലാഖ് കൊണ്ട് കളിക്കാൻ പാടില്ലാത്തതാണ്. ആളുകളുടെ അഭിമാനം, അവരുടെ ജനങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെയും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുത്ബത്തുൽ വദാഇൽ, അവിടുത്തെ ഹജ്ജിലെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഇന്ന അംവാലക്കും ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ വഫി ബലദിക്കും ഹാദാ വഫി ശഹരിക്കും ഹാദാ അലാ ഹൽ ബല്ലഗ്തു അല്ലാഹുമ്മ അശ്ഹദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും അത് ഹറാമാകുന്നു, പവിത്രമാകുന്നു, തൊട്ടുകളിക്കാൻ പാടില്ലാത്തതാകുന്നു. കഹുർമതി യൗമിക്കും ഹാദാ വബലദിക്കും ഹാദാ ശഹരിക്കും ഹാദാ, ഈ നാടുപോലെ, മക്ക എന്ന നാടിനുള്ള പവിത്രത പോലെ, അതുപോലെ ഈ മാസത്തിനുള്ള ദുൽഹിജ്ജ മാസത്തിനുള്ള പവിത്രത പോലെ, ഈ മാസത്തിനുള്ള, ഈ നാട്ടിനുള്ള ഫി ശഹരിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ, പിന്നെന്താണ് ഈ ദിവസത്തിനുള്ള പവിത്രത പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അത് ഈ മുസ്ലിമിന്റെ അഭിമാനം, ജനങ്ങളുടെ അഭിമാനം, അത് പവിത്രമാക്കപ്പെട്ടതാണ്. അത് ചിന്താനത് തൊട്ടുകളിക്കാൻ പാടില്ലാത്തതാണ്. ഒരുപാട് ആളുകൾ രക്തവും സമ്പത്തുമൊക്കെ ചിന്തുന്നത്, അതിന് പ്രഹരമേൽപ്പിക്കുന്നത് സൂക്ഷിക്കും. ആളുകളുടെ രക്തം ചിന്തുകയില്ല, സമ്പത്ത് തൊട്ട് കളിക്കുകയില്ല. എന്നാൽ പലരും ശ്രദ്ധിക്കാത്തതാണ് ജനങ്ങളുടെ അയറും അവരുടെ അഭിമാനം. അതും അങ്ങനെ തന്നെയാണ്. അതിനും ഹുർമത്തുണ്ട്. അത് പിച്ചി ചീന്തുവാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. തലാഖ് എന്നതുപോലെ അള്ളാഹുവിനെ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്, ഏതേത് കാര്യങ്ങളിലും എന്നതുപോലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫതല്ലിഖൂഹുന്ന ഇദാ തല്ലഖ്തുമുൻ നിസാ,
നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന, അവരുടെ ഇദ്ദക്ക് മാത്രം നിങ്ങൾ ചൊല്ലുക. എന്താണ് ഇവിടെ ആദ്യം പറഞ്ഞ ഇദ്ദ? നമ്മൾ മുമ്പ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞു, അതൊന്നുകൂടി ചുരുക്കി ഓർമ്മപ്പെടുത്തുകയാണ്. ഇദ്ദ എന്നാൽ സ്ത്രീയെ തലാഖ് ചൊല്ലാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അവൾ തുഹറിലായിരിക്കെ മാത്രമാണ്, ശുദ്ധിയിലായിരിക്കെ മാത്രമാണ്. ആർത്തവം വന്നിട്ടുള്ള സ്ത്രീയാണോ, പ്രായപൂർത്തിയെത്തിയ സ്ത്രീയാണോ, അതുപോലെ ആർത്തവം നിലച്ചിട്ടില്ലാത്ത പെണ്ണാണോ, അവളെ തലാഖ് ചെല്ലുകയാണെങ്കിൽ അവളെ തലാഖ് ചെല്ലാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് തുഹറിലായിരിക്കെ മാത്രമാണ്, ആർത്തവമുള്ള സമയത്തല്ല, ശുദ്ധിയിലായിരിക്കെ മാത്രം. അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായിരിക്കണം. അഥവാ ഹൈദ് കഴിഞ്ഞ് ആർത്തവം കഴിഞ്ഞ് ശുദ്ധികാലം, അതുപോലെ ആ സമയത്ത് ആ ശുദ്ധികാലത്ത് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കാനും പാടില്ല. അങ്ങനെയുള്ള സമയത്ത് മാത്രമേ തലാഖ് പാടുള്ളൂ. ഹൈദിലായിരിക്കെ തലാഖ് പാടില്ല, ആർത്തവകാരിയായിരിക്കെ പാടില്ല. അതുപോലെ തുഹറിലായിരിക്കെ തന്നെയും, ആർത്തവകാരി അല്ലെങ്കിലും ശാരീരിക ബന്ധത്തിൽ ആ ശുദ്ധികാലത്ത് ഏർപ്പെട്ടിട്ടുണ്ടോ എങ്കിലും തലാഖ് പാടില്ല എന്ന് പറഞ്ഞാൽ തലാഖ് ഒരാൾ ചൊല്ലിയാൽ അത് നടക്കുമോ ഇല്ലേ, ആ തലാഖ് ബാത്തിലാണോ അല്ലേ? ബാത്തിലാണ്, ആ തലാഖ് ശരിയാവുകയില്ല എന്നതാണ് അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായം. ഒരു കാര്യം പാടില്ല എന്ന് പറയുന്നതും കാര്യം ബാത്തിലാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദർസിൽ പറഞ്ഞതാണ്. അത് കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളവർ അത് കേൾക്കുക. അപ്പൊ ഇതിങ്ങനെ മാത്രമേ പാടുള്ളൂ. എന്നാൽ ഇതല്ലാത്ത സ്ത്രീകൾ, ഉദാഹരണത്തിന് ഗർഭിണി, അങ്ങനെയുള്ള സ്ത്രീകളെ ഒരാൾക്ക് തലാഖ് ചൊല്ലാൻ അനിവാര്യമായാൽ തലാഖ് ചൊല്ലാവുന്നതാണ്, തലാഖ് സഹീഹാകും. അതുപോലെ തന്നെ ആർത്തവം വന്നു തുടങ്ങിയിട്ടില്ലാത്ത പെൺകുട്ടികൾ, ആർത്തവം നിലച്ചിട്ടുള്ള വൃദ്ധയായ സ്ത്രീകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം ബാധകമല്ല. അഥവാ ആർത്തവകാരി അല്ലാതിരിക്കുക, ശുദ്ധിയിലായിരിക്കുക എന്ന അവസ്ഥ അവർക്ക് ഉണ്ടാവുകയില്ലല്ലോ. എല്ലാ സമയത്തും അവർക്ക് ആർത്തവമില്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ അവർക്ക് ഇത് ഈ പറഞ്ഞ നിയമം, അഥവാ ശുദ്ധിയിലായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ തലാഖ് പാടുള്ളൂ എന്ന നിയമം അവർക്ക് ബാധകമല്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ചുരുക്കം. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു, തലാഖ് എന്നാൽ അത് അത്തലാഖു മർറത്താൻ. അള്ളാഹു പറഞ്ഞു തലാഖ് എന്നത് 2 തവണയാണ്. എന്താണ് 2 തവണയുള്ള തലാഖ്? മൂന്നാമത്തെ തലാഖ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ 2 തലാഖ്, ആ തലാഖ് ചൊല്ലിയാൽ ഭർത്താവിന് ഈ ഭാര്യയെ തിരിച്ചെടുക്കാൻ അവസരമുണ്ട്. 3 ആർത്തവകാലം, 3 ആർത്തവം വരുന്നത് വരേക്കും ഈ സ്ത്രീ തലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ കീഴിൽ, അയാളുടെ വീട്ടിൽ, അയാളുടെ ചെലവിൽ തന്നെ ആയിരിക്കും. ഈ സമയത്ത് ആ ഭർത്താവ് ഉദ്ദേശിക്കുകയാണെങ്കിൽ പുതിയ നിക്കാഹോ പുതിയ മഹറോ ഒന്നുമില്ലാതെ, അവളുടെ സമ്മതമില്ലാതെ ഇയാൾക്ക് അവളെ തിരിച്ചെടുക്കാം. എന്നാൽ 3 ശുദ്ധികാലം കഴിഞ്ഞുപോയാൽ പിന്നീട് അയാൾക്ക് അവളെ തിരിച്ചെടുക്കാൻ സാധ്യമല്ല. വിവാഹം ചെയ്യണം, പുതിയ നിക്കാഹ് ചെയ്യണം, അവളുടെ സമ്മതം വേണം, വലിയ വേണം, മഹർ വേണം, ഒക്കെ വേണം. എന്നാൽ ഇത് 1ഓ 2ഓ തലാഖിന് ശേഷം മാത്രമുള്ള നിയമമാണ്. 3ാമത് തലാഖ് ചൊല്ലിയോ, 3ാമത്തെ തലാഖ് സംഭവിച്ചോ എങ്കിൽ ഈ പെണ്ണിനെ ഇയാൾക്ക് ഇദ്ദക്കിടയിൽ തിരിച്ചെടുക്കാനും സാധ്യമല്ല. ഇദ്ദ കഴിഞ്ഞാൽ നിക്കാഹ് ചെയ്യാനും സാധ്യമല്ല. മറിച്ച് അതിനു മുമ്പ് ഈ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം ചെയ്തിരിക്കണം, സ്വാഭാവികമായ വിവാഹം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി, ഇയാൾക്ക് ഹലാലാക്കി കൊടുക്കാൻ വേണ്ടി ഒരാൾ വാടക ഭർത്താവായി നിൽക്കലല്ല, മറിച്ച് സ്വാഭാവികമായി അവളുടെ വിവാഹം നടക്കണം. അയാളും അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം, അയാളും അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം. എന്നിട്ട് സ്വാഭാവികമായി തലാഖ് നടക്കണം. എങ്കിൽ മാത്രമേ പിന്നീട് പഴയ ഭർത്താവിന് വിവാഹം ചെയ്യാൻ പാടുള്ളൂ. അത് ആദ്യത്തെ വിവാഹത്തിന് എന്തൊക്കെ നിബന്ധനകളുണ്ടോ എന്നതുപോലെ അതൊക്കെ വീണ്ടും ബാധകമാകും. അവളുടെ സമ്മതം വേണം, മഹർ വേണം, വലിയ വേണം, എല്ലാം വേണം. ഈ 3 തലാഖുകൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ഇത് 3ഉം ഒരാൾ ഒരുമിച്ച് ചൊല്ലിയാൽ 3ഉം സംഭവിക്കുമോ അതല്ല ഒന്നാണോ സംഭവിക്കുക? അതിൽ സഹിഹായ, വല്ലാഹു അലം, കൂടുതൽ ശരിയായ അഭിപ്രായം
3 ചൊല്ലിയാലും എത്ര ചൊല്ലിയാലും ഒരു തലാഖ് മാത്രമേ നടക്കുകയുള്ളൂ എന്നതാണ്. 3 സന്ദർഭത്തിലായിരിക്കണം എങ്കിൽ 3 തലാഖും സംഭവിക്കും. ഒരാൾ ഇങ്ങനെ 3 തലാഖ് കഴിഞ്ഞതിന് ശേഷം പഴയ ഭർത്താവിന് ഹലാലാക്കി കൊടുക്കാൻ വേണ്ടി വാടകയ്ക്ക് ആള് നിൽക്കുക എന്ന വളരെ മോശമായ വൃത്തികെട്ട ഇസ്ലാമിന്റെ നല്ല പേര് മോശമാക്കുന്ന, ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരിച്ചേക്കുന്ന ഒരു പ്രവർത്തനം കാലങ്ങളായി ഈ ഉമ്മത്തിൽ പലരും ചെയ്തു വരുന്നുണ്ട്. ഇന്നും നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാർ അതിന്റെ ആളുകളാണ്. ഈ ഉമ്മത്തിനെ നശിപ്പിക്കുന്ന ശിർക്കും കുഫ്റുമൊക്കെ ഉള്ളതിന് പുറമെ ഇതിന്റെയും ആളുകളാണ് അവർ. അവർ പറയും നമ്മുടെ ആളുണ്ട് എന്ന് പറയും. ഇങ്ങനത്തെ പ്രശ്നം കൊണ്ട് ആളുകൾ ചെന്നാൽ നിങ്ങൾ പേടിക്കണ്ട, നമ്മുടെ അടുത്ത് ആളുണ്ട് എന്ന് പറയും. ഇത്ര വൃത്തികെട്ട പ്രവർത്തനമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഞാൻ അവന് സിനയുടെ വ്യഭിചാരത്തിന്റെ ഹദ് നടപ്പാക്കും, എറിഞ്ഞുകൊല്ലും എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു ഹലാലാക്കി കൊടുക്കുന്നവനെയും. ആർക്കു വേണ്ടിയാണ് ഹലാലാക്കപ്പെടുന്നത്? അവനെയും, പഴയ ഭർത്താവിനെയും ഇടക്ക് നിന്ന് കൊടുക്കുന്നവനെയും എല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മേൽ ശാപം ചൊരിഞ്ഞിരിക്കുന്നു. ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനമാണ്. അതുപോലെ ഇസ്ലാമിലെ യാതൊരു ഹുർമത്തും അഭിമാനവും അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളും വിവാഹത്തിന്റെ പവിത്രതയും ഒന്നും പാലിക്കാത്ത വളരെ വൃത്തികെട്ട ഒരേർപ്പാടാണത്. ഒരിക്കലും ഒരാളും തന്നെ അങ്ങനെയുള്ളതിൽ ചെന്നു ചാടാൻ പാടില്ലാത്തതാകുന്നു. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് തലാഖ്. വളരെ ചുരുക്കി പറഞ്ഞാൽ, തലാഖ് ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് അതിന്റെ നിയമങ്ങൾ. അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ എല്ലാം ഖൈറാണ്. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല, നിന്റെ റബ്ബിന്റെ കലിമത്ത് പൂർത്തിയായിരിക്കുന്നു. സിദ്ഖൻ വഅദ്ല, സത്യസന്ധത കൊണ്ടും നീതി കൊണ്ടും എന്ന് പറഞ്ഞാൽ സിദ്ഖൻ ഫിൽ അഖ്ബാർ വഅദ്ലൻ ഫിൽ അഹ്കാം. അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണ്. അത് കഴിഞ്ഞുപോയ കാര്യങ്ങളാകട്ടെ വരാൻ പോകുന്ന കാര്യങ്ങളാകട്ടെ. അതുപോലെ അദ്ല, നീതിപൂർവകമാണ്. ഫിൽ അഹ്കാം, അള്ളാഹുവിന്റെ നിയമങ്ങൾ മുഴുവൻ നീതിയാണ്, ഖൈറാണ്. ഒരനീതിയും അതിലില്ല, ഒരാളോടും അക്രമമില്ല. മറിച്ച് എല്ലാവർക്കും നീതിയും ഖൈറും മാത്രമാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചാൽ ഉണ്ടാവുക. താൽക്കാലികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ശൈത്താൻ നമുക്ക് തോന്നിച്ചേക്കും. നോക്കിതാ, നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്ത് ഏത് സൂറത്തിലാണുള്ളത്? ഇതാ ഈ സൂറത്തിലാണുള്ളത്. തലാഖിന്റെ നിയമങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിവാഹ ബന്ധങ്ങൾ, തലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ, ഖൽബിനെ പിടിച്ചുലക്കുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും വൈവാഹികമായ ബന്ധങ്ങളിൽ വന്നു ചേരുന്ന കാര്യങ്ങൾ, അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മേവരെയും എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك اللهم إنا نسألك العفو والعافية. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹ് ഇങ്ങനെ നമ്മുടെ ഖൽബിനെ പിടിച്ചുലക്കുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത്. അതിലെല്ലാം റബ്ബിനെ സൂക്ഷിക്കുക, റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നത് ചിലപ്പോ ചില സന്ദർഭങ്ങൾ നമുക്ക് പ്രയാസമായി തോന്നിയേക്കും. ആളുകൾ കുറുക്കു വിദ്യകൾ, ദീൻ മറികടക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന താല്പര്യങ്ങൾക്കൊത്ത് ദീനിന്റെ മസാലകൾ വളച്ചൊടിക്കുന്ന ആളുകളുണ്ടായേക്കും. അതിലൊന്നും പോകാതെ വ്യക്തമായ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ കടുപ്പിക്കാതെയും അയച്ചുവിടാതെയും നമ്മൾ വസത്തിലാണ്, നമ്മൾ മധ്യമ മാർഗത്തിലാണ്. നമ്മളൊരിക്കലും ശിദ്ദത്തിന്റെ ഗുലുവിന്റെ അതിരുവിട്ട പ്രവർത്തനങ്ങളുടെ ആളുകളല്ല. എന്നാൽ ദീൻ തസാഹുലാക്കി ദീന് എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അയച്ചുവിടുന്ന ആളുകളുമല്ല. മറിച്ച് അൽ വസത്തിലാണ്, മധ്യമ നിലപാടിലാണ് നമ്മളുള്ളത്. അവിടെയാണ് ഖൈറുള്ളത്. അതിൽ നമ്മൾ എത്തണമെങ്കിൽ എന്തുവാണ്? അള്ളാഹുവിന്റെ ദീൻ നന്നായി പഠിക്കണം. അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഗുലുബിലായി പോകും, അല്ലെങ്കിൽ ജഫായിലായി പോകും, ഒന്നുകിൽ അതിരുവിട്ടു പോകും. അള്ളാഹു പഠിപ്പിക്കാത്ത, അള്ളാഹു കൽപ്പിക്കാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോയി നമ്മളാകെ മനസ്സുമെടുത്ത് ദീനിൽ നിന്ന് തന്നെ പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് പറ്റ ഒഴിവാക്കി ഫുസ്സാഖുകളുടെ വൃത്തികെട്ട ആളുകളുടെ കൂടെ നമ്മളായി പോകും. മറിച്ച് മധ്യമ നിലപാട്, ഹക്കായ നിലപാട് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കല്ലാതെ മാർഗമില്ല. ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ്, അദ്ദേഹം മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ളാഹിരി മദ്ഹബിന്റെ ആളാണ്.
അങ്ങനെ ഒരു പിഴവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇൽം അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഒരുപാട് മുസ്ലിം ഉമ്മത്തിന് പ്രയോജനപ്പെട്ട മഹാനായ ആലിമാണ് ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ്. അദ്ദേഹം ദീൻ പഠിക്കാൻ ആരംഭിച്ചതിനെ കുറിച്ച് ഒരു കഥ പറയാറുണ്ട്, ഒരു ചെറിയ സംഭവം. അദ്ദേഹം ഒരിക്കൽ ദീൻ പഠിക്കുന്നതിന് മുമ്പ് മസ്ജിദിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് നിസ്കരിക്കാതെ, തഹിയ്യത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നു. അപ്പൊ ആ സമയത്ത് നിസ്കാരത്തിന് വിലക്കൊന്നുമില്ലാത്ത സമയമാണ്. തഹിയ്യത്ത് നിസ്കരിക്കാതെ അദ്ദേഹം ഇരുന്നു അവിടെ. അപ്പോ മസ്ജിദിലുള്ളവർ പറഞ്ഞു, എണീറ്റ് നിസ്കരിക്കും, തഹിയ്യത്ത് നിസ്കരിക്കും. അപ്പൊ അദ്ദേഹം എണീറ്റ് 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ ഒരിക്കൽ അദ്ദേഹം മസ്ജിദിലേക്ക് വന്നു. അപ്പോ അസുറിന് ശേഷമായിരുന്നു വന്നത്, നിസ്കാരം പാടില്ലാത്ത സമയം. ആ സമയത്ത് അദ്ദേഹം നേരത്തെ ആള് പറഞ്ഞതുപോലെ നിസ്കരിക്കാൻ തുടങ്ങി. അപ്പൊ കുറച്ച് ആളുകൾ പറഞ്ഞു, ഇപ്പൊ നിസ്കരിക്കാൻ പാടില്ല, അവിടെ ഇരിക്കും. അദ്ദേഹം നിസ്കരിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇപ്പൊ എന്തിനാണ് നിസ്കരിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഞാൻ നിസ്കരിച്ച ആളുകൾ പറയുന്നു നിസ്കരിക്കാതിരുന്ന ആളുകൾ പറയുന്നു നിസ്കരിക്കാൻ, നിസ്കരിച്ചു കഴിഞ്ഞ ആളുകൾ പറയുന്നു നിസ്കരിക്കണ്ട, ദീൻ പഠിക്കല്ലാതെ മാർഗമില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ആരംഭിച്ചത്. വളരെ ഉന്നതമായ സ്ഥാനം ഇൽമിൽ അദ്ദേഹം കരസ്ഥമാക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു കാരണമുണ്ടെങ്കിൽ തഹിയ്യത്ത് പോലുള്ളത് ആ സമയത്ത് നിസ്കരിക്കാം എന്നതാണ് സഹീഹ്, ശരിയായ അഭിപ്രായം. കാരണമൊന്നുമില്ലാത്ത മുത്ലഖായ നിസ്കാരം മാത്രമാണ് ആ സമയത്ത് വിലക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അലം. അപ്പൊ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കലല്ലാതെ നമുക്ക് ഹക്കിലെത്താൻ മാർഗമില്ല. അല്ലെങ്കിൽ ശൈത്താൻ നമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും, ബാത്തിലിന്റെ ആളുകൾ നമ്മെ പിടിച്ചു വലിക്കും. അല്ലെങ്കിൽ പല താല്പര്യങ്ങളുള്ള ആളുകൾ ഉണ്ടാവും, നമ്മെ അങ്ങോട്ട് വളക്കാൻ താല്പര്യമുള്ള ആളുകൾ. അവന് ദുനിയാവിന്റെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും, അവന്റെ പാർട്ടിയിൽ ആളെ കൂട്ടണമായിരിക്കും. ഇങ്ങനെ വ്യക്തി താല്പര്യങ്ങളുള്ള, അത് പക്ഷപാതിത്വങ്ങളുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് നമ്മൾ പോകും. അള്ളാഹുവിന്റെ ദീൻ യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ അവനവന് വേണ്ടിയാണ് ആദ്യം നമ്മൾ പഠിക്കാൻ തുടങ്ങേണ്ടത്. ആളുകളോട് തർക്കിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖം തന്നിലേക്ക് തിരിക്കാനോ ഒന്നുമല്ല. ആദ്യം തന്നിൽ നിന്ന് ജഹൽ നീക്കുക, അറിവില്ലായ്മ എന്ന ഇരുട്ട് നീക്കുക, അള്ളാഹുവിന്റെ നൂറിൽ, അവന്റെ വെളിച്ചത്തിൽ നമ്മളായിരിക്കുക, അള്ളാഹു നൽകുന്ന ഹിദായത്തിന്റെ വെളിച്ചത്തിൽ നമ്മളായിരിക്കുക. മുന്നോട്ട് നീങ്ങുമ്പോൾ, ഒരു കാലം മുന്നോട്ടെടുത്തു വെക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹക്കിലാണ് ഞാനുള്ളത് എന്ന ബോധത്തിൽ മുന്നോട്ട് പോകാനാണ് ഇൽം. അതിനാണ് ആദ്യം. അങ്ങനെ പഠിച്ചതിനാണ് ബറക്കത്ത് ഉണ്ടാവുക. വേറെന്തെങ്കിലും ഉദ്ദേശത്തിന് പഠിച്ചാൽ ഒരു ബറക്കത്ത് ഉണ്ടാവുകയില്ല. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടാറുണ്ട്, അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിം, ഇമാം മുസ്ലിമിന്റെ സഹീഹിന് ഏറ്റവും പ്രസിദ്ധമായ ശർഹ് ഏതാണ്? സാധാരണക്കാരായ ആളുകൾ വരെ പറയും ഇമാം നവവിയുടെ ശർഹാണ്. ആളുകൾക്ക് ഇടയിൽ അത്രയും അത് പ്രസിദ്ധമാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം അത് എഴുതിയത് അദ്ദേഹത്തിന് വേണ്ടിയാണെന്നാണ്. മുസ്ലിമിന് വിശദീകരണം എഴുതിയത് അദ്ദേഹത്തിന് എഴുതിയതാണത്രേ, അവനവന് പഠിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയ ബറക്കത്ത് നോക്കൂ. എന്നതുപോലെ അള്ളാഹു ആ വിജ്ഞാനത്തിന് പ്രശസ്തിയും അതുപോലെ ഉയർച്ചയുമെല്ലാം നൽകും ഇഖ്ലാസോടെയുള്ള പഠിത്തത്തിന്. ഇപ്പോ ചില ആളുകൾ പറയാറുണ്ട്, ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, സൗദി അറേബ്യയിൽ ഒരാൾ കുറച്ചു കാലം മുമ്പ് അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ഇത് ആരെടുത്താണ് പോകേണ്ടത്. അപ്പൊ ഇങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് ദീൻ പഠിക്കണം എന്നിങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ള അജൂസായ, വളരെ പ്രായമുള്ള ഒരു വൃദ്ധയായ സ്ത്രീ പറഞ്ഞത്രേ, ഇൽമു പഠിക്കാനാണോ? ഇൽമു പഠിക്കാനാണെങ്കിൽ ആളുകൾ പോകാറുള്ളത്, നമ്മൾ പണ്ടേ കേൾക്കാറുള്ളത്, ഒന്നിക്കൽ അവർ റിയാദിൽ പോകും, അവിടെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അടുത്താണ്, അല്ലെങ്കിൽ അവർ ഉനൈസയിലേക്ക് പോകും, അവിടെ ഒരു ഇബ്നു ഉസൈമീനുണ്ട്. ഒരു പ്രായം ചെന്നൊന്നും അറിയാത്തൊരു സാധാരണക്കാരിയായ സ്ത്രീ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഇൽമിന് കൊടുക്കുന്ന ബറക്കത്താണത്. അവർക്ക് വലിയ അറിവുണ്ടായിട്ടല്ല, പക്ഷെ ആളുകൾ, നല്ല ആളുകൾക്ക് അവരുടെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ചില ആളുകൾക്ക് അവരുടെ ഇൽമിന് അല്ലാഹു ബറക്കത്ത് നൽകും. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്തിനാണ് ഉണ്ടാകുന്നത്? ഇഖ്ലാസിനാണ് ഉണ്ടാകുന്നത്. നമ്മളാദ്യം പഠിക്കേണ്ടത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ സന്മാർഗത്തിലെത്താൻ, നമ്മൾ ഹുദയിലെത്താൻ, സ്വർഗത്തിലേക്കുള്ള മാർഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ. അപ്പൊ വസത്തിൽ, മധ്യമ മാർഗത്തിൽ നമ്മൾ എത്തണോ? അള്ളാഹുവിന്റെ ദീൻ നമ്മൾ പഠിക്കണം. ഇതാ തലാഖിന്റെ വിഷയമാകട്ടെ, ഏത് വിഷയമാകട്ടെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഏതാണ്? അവിടുത്തെ സഹാബത്ത് റളിയല്ലാഹു അൻഹും ഈ ഉമ്മത്തിലെ മുൻഗാമികൾ സലഫുസ് സാലിഹ് നല്ലവരായ മുൻഗാമികൾ അവരെങ്ങനെയാണ് ഈ ദീൻ മനസ്സിലാക്കിയത്? അതുപോലെ നമ്മൾ മനസ്സിലാക്കിയാലല്ലാതെ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധ്യമല്ല. അതിൽ നമ്മൾ കരുതിക്കൂട്ടി വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിൽ നമുക്ക് മറുപടിയില്ല. കരുതിക്കൂട്ടി വീഴ്ച വരുത്തുക, പഠിക്കാതെ ശ്രമിക്കാതെ. എന്നാൽ ദുനിയാവിൽ നല്ല സാമർഥ്യമുണ്ട്, ദുനിയാവിൽ വേണ്ടുന്നൊക്കെ ഉഷാറായി പഠിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക് വീഴ്ച വരുത്തിയവർക്ക് ഒരിക്കലും ഇൽമ് എത്താത്ത, അതിന് സാധിക്കാത്ത ആളുകളുടെ വിട്ടുവീഴ്ചയില്ല. ചില നാടുകളുണ്ടാവും അവർക്ക് പഠിക്കാൻ യാതൊരു സാഹചര്യമില്ല, അവർ ശ്രമിച്ചാലും നടക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അള്ളാഹു ഇളവ് നൽകിയേക്കും. അവരൊരു ഹറാമാണെന്ന് അറിയാതെ ചെയ്തു, ഒരിക്കലും ഹറാമാണെന്ന് അറിഞ്ഞാൽ അവർ ചെയ്യുകയില്ല. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. കാരണം എന്താ? അവർക്ക് പഠിക്കാനുള്ള മാർഗമില്ലായിരുന്നു, ശ്രമിച്ചാലും നടക്കില്ലായിരുന്നു. എന്നാൽ ശ്രമിച്ചാൽ നമുക്ക് ലഭിക്കും എന്നാണെങ്കിൽ, നമ്മളാണ് വീഴ്ച വരുത്തിയതെങ്കിൽ ദുനിയാവിന്റെ പിന്നാലെ ചെന്ന്, ദുനിയാവിന്റെ പിന്നാലെ മാത്രം ചെന്ന്, ദുനിയാവിന്റെ പിന്നാലെ ചെല്ലാൻ പാടില്ല എന്നല്ല, അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ് നമുക്ക് വേണ്ടുന്നത് സമ്പാദിക്കാൻ. എന്നാൽ അതിന്റെ പിന്നിൽ മാത്രം ചെന്ന് ദീനിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ സുബ്ഹാനല്ലാഹ്, അത് വലിയ വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്. ഇവിടെ സമ്പാദിച്ചതൊക്കെ തീർന്നു പോകും, നമ്മൾ മരിച്ചു പോകും. ഇതുപേക്ഷിച്ച് നമ്മൾ പോകുന്നവരാണ്. ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയില്ല നമ്മുടെ ആമലല്ലാതെ. അത് നേരെ അല്ലാതായി പോയാലോ, നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം അത് മോശമായി പോയാലോ, നഊദു ബില്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ നന്നായി നമ്മൾ പഠിക്കുക. വഫഖനില്ലാഹു വഇയ്യാകും. വഅഹ്സുൽ ഇദ്ദ, അള്ളാഹു പറഞ്ഞു വഅഹ്സുൽ ഇദ്ദ, ഇദ്ദ നിങ്ങൾ കണക്കുകൂട്ടുകയും ചെയ്യുക. എന്താണ് ഇദ്ദ കണക്കുകൂട്ടുക എന്നാൽ? അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇഹ്ഫദൂഹാ, നിങ്ങളത് സൂക്ഷിക്കുക. എപ്പോഴാണ് തലാഖ് ചൊല്ലിയത് അത് മുതൽ എണ്ണുക. വഅരിഫു ഇബ്തിദാഅഹാ വഇൻതിഹാഅഹാ, അതിന്റെ തുടക്കവും ഒടുക്കവും നിങ്ങൾ അറിയുക. ലിഅല്ലാ തതൂലൽ ഇദ്ദതു അലൽ മർഅ, എന്തിനാണ് ആ പെണ്ണിന്റെ ഇദ്ദ അള്ളാഹു നിശ്ചയിച്ചതിനേക്കാളും കുറെ ഇദ്ദ ആചരിക്കേണ്ടി വരാതിരിക്കാൻ. തലാഖ് ചൊല്ലി 3 ഹൈദ് വരേക്കാണ് അവളുടെ ഇദ്ദ, അതുവരെ ഇയാളെ കാത്തുകണ്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള വിവാഹാലോചനകൾക്ക് അവൾക്ക് ഒരുങ്ങാവുന്നതാണ്. ഫതംതനിഅ മിനൽ അസ്വാജ്, അല്ലാതെ സുദീർഘമായി നീണ്ടുപോയാൽ അവൾക്ക് വൈവാഹിക ബന്ധം, വൈവാഹിക ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. അതില്ലാതിരിക്കാൻ വഅഹ്സുൽ ഇദ്ദ, ഇദ്ദ നിങ്ങൾ കണക്ക് കൂട്ടുക. വത്തഖുല്ലാഹ റബ്ബക്കും, വത്തഖുല്ലാഹ റബ്ബക്കും, വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. റബ്ബക്കും, നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള, നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളെ ജീവിപ്പിക്കുന്ന മരിപ്പിക്കുന്ന റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. വത്തഖുല്ലാഹ റബ്ബക്കും, ഈ കാര്യത്തിൽ സൂക്ഷിക്കുക, എല്ലാ കാര്യത്തിലും സൂക്ഷിക്കുക. ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന, ലാ തുഖ്രിജൂഹുന്ന, നിങ്ങൾ ആ സ്ത്രീകളെ പുറത്താക്കരുത്, തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകളെ പുറത്താക്കരുത്. മിൻ ബുയൂതിഹിന്ന, അവരുടെ വീടുകളിൽ നിന്ന്. വലാ യഖ്റുജ്ന, അവർ പുറത്തേക്ക് പോകാനും പാടില്ല. ഇല്ലാ അൻ യഅതീന, അവർ കൊണ്ടുവന്നാലല്ലാതെ. ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ ഫാഹിഷ, മ്ലേച്ഛ പ്രവൃത്തി അവരിൽ നിന്നുണ്ടായാലല്ലാതെ നിങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത്, അവർ പോവുകയും അരുത്. വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അതിർവരമ്പുകളാകുന്നു. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, ആര് അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ വിട്ടുകടന്നുവോ, ചാടിക്കടന്നുവോ, ഫഖദ് ളലമ നഫ്സഹ്, അവൻ സ്വന്തത്തോട് ദുൽമു ചെയ്തിരിക്കുന്നു, അതിക്രമം ചെയ്തിരിക്കുന്നു. ലാ തദ്രി, നിനക്കറിയില്ല. ലഅല്ലല്ലാഹ, അല്ലാഹു ആക്കിയേക്കാം. യുഹ്ദിസു, അല്ലാഹു മുമ്പ് ഇല്ലാത്ത ഒന്ന് പുതുതായി ഉണ്ടാക്കിയേക്കാം. ബഅദ ദാലിക, അതിനുശേഷം. അംറാ, വല്ല കാര്യവും, മുമ്പില്ലാത്ത വല്ല കാര്യവും അല്ലാഹു പുതുതായി ഉണ്ടാക്കിയേക്കാം. എന്താണത്? തലാഖിന് ശേഷം ഇദ്ദ കഴിയുന്നതുവരെ ഈ പെണ്ണ് ഭർത്താവിന്റെ കൂടെ തന്നെയാണ് കഴിയേണ്ടത്. അവളെ പുറത്താക്കാനോ അവൾ സ്വയം പോകാനോ പാടില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹു മുമ്പില്ലാത്ത വല്ല കാര്യവും പുതുതായി ഉണ്ടാക്കിയേക്കാം. എന്താണത്? റജഅ, തിരിച്ചെടുക്കൽ. അഥവാ ഈ ഇദ്ദക്കിടയിൽ 3 ശുദ്ധികാലം കഴിയുന്ന, 3 ആർത്തവം കഴിയുന്നതിനിടയിൽ ഈ ഭർത്താവിന് അവളോട്, അവളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്, അവളെ കാണുന്നു, ഒക്കെ ചെയ്യുന്നു. എന്നാൽ അവരൊന്നിച്ച് കഴിയുന്നില്ല, വേറെ വേറെയാണ്, വേറെ വീട്ടിലാണെന്നാൽ വേറെയാണ്. ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇയാളുടെ മനസ്സിൽ
മുമ്പില്ലാത്ത ഒന്ന് തോന്നിപ്പിച്ചേക്കാം, വല്ലതും പുതുതായി ഉണ്ടാക്കിയേക്കാം. അതെന്താണ്? റജ. തിരിച്ചെടുക്കാൻ അയാൾക്ക് തോന്നിയാൽ ആ സമയത്ത് അത് എളുപ്പമാണ്. തിരിച്ചെടുക്കാൻ എളുപ്പമാണ്. തിരിച്ചെടുക്കാൻ പുതിയ നിക്കാഹിന്റെ ആവശ്യമില്ല, പെണ്ണിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല, പുതിയ മഹറിന്റെ ആവശ്യമില്ല. മറിച്ച് അയാൾ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കപ്പെട്ടു. ഇത് അള്ളാഹു ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞത്, ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന, അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ വരെ പുറത്താക്കരുത്. വലാ യഖ്റുജ്ന, അവർ പുറത്തു പോകുകയും അരുത്. ഏത് സമയത്താണിത്? ഫി മുദ്ദത്തിൽ ഇദ്ദതി ലഹാ, ഫി ഇദ്ദത്തിൽ മുദ്ദ, ഫി മുദ്ദത്തിൽ ഇദ്ദ, ഇദ്ദയുടെ സമയത്ത്. ഇദ്ദ എന്നാൽ തലാഖ് ചൊല്ലിയതിനു ശേഷം 3 ആർത്തവകാൽ, സലാസത്തു ഖുറൂ എന്നാണ് അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുള്ളത്. ലഹാ ഹഖ്ഖു സുക്ന അല സൗജി മാ ദാമത് മുഅ്തദ്ദത്തുൻ മിൻഹു. ഈ സമയത്ത്, ഈ ശുദ്ധികാലത്ത്, ഈ 3 ആർത്തവം കഴിയുന്നത് വരെയുള്ള സമയത്ത്, അതാണ് ഇദ്ദ. ആ സമയത്ത് ഭർത്താവിന്റെ ബാധ്യതയാണ് അവളുടെ സുഖ്ന, അവളുടെ താമസം ഇയാളുടെ ചെലവിലായിരിക്കണം. അതുപോലെ അവളുടെ ബാക്കി കാര്യങ്ങളും. ഫലൈസ ലിർറജുലി അൻ യുഖ്രിജഹ, ആ സമയത്ത് ഭർത്താവ് ഇയാളുടെ ചെലവിൽ നിന്ന്, അവളുടെ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കാൻ, എന്ന് പറഞ്ഞാൽ ഇയാളുടെ ചെലവിൽ കഴിയുന്ന സ്ഥലത്ത് നിന്ന് അവളെ പുറത്താക്കാൻ പാടില്ല. വലാ യജൂസു ലഹ, അവൾക്ക് അനുവാദവുമില്ല. അയ്ദൻ അൽ ഖുറൂജ്, പുറത്തേക്ക് പോകാൻ അനുവാദമില്ല. ലിഅന്നഹാ മുഅ്തഖിലത്തുൻ ലിഹഖ്ഖി الزوج അയ്ദാ, കാരണം അവൾ ഈ ഭർത്താവിന്റെ കീഴിൽ തന്നെയാണ് ആ സമയത്ത് ഇദ്ദ കഴിയുന്നത് വരേക്കും. ഇല്ല അൻ യഅതീന ബിഫാഹിശത്തി മുബയ്യിന, അല്ലാഹു ഒരവസ്ഥ കൂടെ ഒഴിവാക്കി പറഞ്ഞു, അവളെ പുറത്താക്കരുത്, അവൾ പോകുകയും അരുത്. ഇല്ല അൻ യഅതീന ബിഫാഹിശത്തി മുബയ്യിന, വ്യക്തമായ ഫാഹിശത്ത് അവൾ ചെയ്താൽ ഒഴികെ. ഫാഹിഷ എന്നത് പൊതുവെ ഉപയോഗിക്കാറുള്ളത് വ്യഭിചാരത്തിനാണ്. സിന, അതാണ് ഫാഹിഷ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാൽ അതിന്റെ മുഖദ്ദിമാത്ത്, അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. എത്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നാൽ സിനയിൽ നിന്ന് രക്ഷപ്പെടൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ഒഴിവാക്കൽ എളുപ്പമാണ് യഥാർത്ഥത്തിൽ. എന്നാൽ അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനൊന്നാമത്തെ കാര്യം കണ്ണുകൾ താഴ്ത്തലാണ്. യാ അയ്യുഹല്ലദീന ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും, സത്യവിശ്വാസികളോട്, മുഅ്മിനുകളോട് പറയൂ നബിയെ, അവർ കണ്ണുകൾ താഴ്ത്തട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ സൂക്ഷിക്കട്ടെ. കാരണം കണ്ണെന്നത് ഖൽബിലേക്കുള്ള മാർഗമാണ്. കണ്ണിലൂടെ നീ വലിച്ചു കയറ്റുന്നത് എവിടെയാണ് പോയി വീഴുന്നത്? ഖൽബിലാണ്. കണ്ണിലൂടെ കയറുന്ന മാലിന്യങ്ങളൊക്കെ ചെന്ന് വീഴുന്നത് എവിടെയാണ്? ഖൽബിലാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇതാ നിന്റെ കണ്ണുകൾ നീ സൂക്ഷിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദറു സഹ്മുൻ മിൻ സിഹാമി ഇബ്ലീസ്, നോട്ടം എന്നത് ശൈത്താന്റെ വിഷം പുരട്ടിയ അമ്പുകളിൽപ്പെട്ട ഒരമ്പാണ്. എവിടെയാണ് ഈ അമ്പ് പോയി തറക്കുന്നത്? എവിടെ തറക്കുക? ഖൽബിലാണ് തറക്കുന്നത്. ഇത് തറക്കുന്നത് അവനവന്റെ ഖൽബിലാണ്. അപ്പൊ നിന്റെ ഖൽബിനെ നീ രോഗിയാക്കുന്നു, മരീദാക്കുന്നു നിന്റെ നോട്ടം കൊണ്ട്. നേരെ താഴ്ത്തിയോ അല്ലാഹു ഈ ദുനിയാവിൽ നിനക്ക് തരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, സൂറത്തു നൂറിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വളരെ അടുത്തുള്ള ആയത്തുകളിൽപ്പെട്ടതാണ് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്വാഹ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു റഹിമഹുല്ലാഹ്, ഇതിൽ സൂചനയുണ്ട്, അല്ലാഹു ഹറാമാക്കിയതിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തുന്നവന് അല്ലാഹു നൂറ് നൽകും, അവന് ബസീറത്ത് നൽകും, ഉൾക്കാഴ്ച നൽകും. കാരണം അള്ളാഹുവിന് വേണ്ടി അവന്റെ കാഴ്ചയെ നിയന്ത്രിച്ചു. അപ്പൊ അള്ളാഹു അവന് പകരം എന്താണ് കൊടുക്കുക? ഉൾക്കാഴ്ചയാണ്, ബസീറത്താണ്. ബസീറ അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. ഒരാൾക്ക് വേഗം കാര്യങ്ങൾ പിടികിട്ടാൻ ഒരാൾക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കാൻ. ചില മനുഷ്യന്മാരെ കണ്ടിട്ട് എത്ര പറഞ്ഞാലും തിരിയൂല. പറഞ്ഞുകൊടുത്ത് നമ്മളാകെ സ്വീപ്പായി പോകും, മനസ്സിലാവുകയില്ല. വളരെ എളുപ്പത്തിൽ
നമുക്ക് മനസ്സിലായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. എത്ര പറഞ്ഞിട്ടാലും ആളുകൾക്ക് തിരിയുകയില്ല. സഹോദരങ്ങളെ, ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പാപങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന്നല്ലെങ്കിൽ നാളെ നമ്മളെ പിടിച്ചേക്കാം. ഫിത്നകൾ തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല, വന്നുകൊണ്ടേയിരിക്കും. ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടം അവസാന കാലം വരേക്കുള്ളതാണ്. ഇതുവരെ നമ്മൾ ഹക്കിനാണ് ഉള്ളത് അൽഹംദുലില്ലാ എന്നാണെങ്കിലും നമ്മുടെ പാപങ്ങൾ അടുത്ത ഫിത്നയിൽ നമ്മുടെ ബാത്തിലിന്റെ കക്ഷികളുടെ കൂട്ടത്തിലാക്കിയേക്കാം. അതിന് കാരണം എന്തായിരിക്കും? ചിലപ്പോൾ നമ്മുടെ പാപങ്ങളായിരിക്കും. നഊദു ബില്ലാഹ്. അതുകൊണ്ട് പാപങ്ങളെ നന്നായി സൂക്ഷിക്കുക. ദുനൂബുകൾ, തെറ്റുകളുടെ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ അവർ ദലാലത്തിലാകാൻ വളരെ അടുത്ത സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്തില്ലെങ്കിൽ ഒരു ദലാലത്തിൽ ആയിപ്പോയേക്കും. അപ്പൊ പല ആളുകളും ഇപ്പോ പണ്ട് കാലത്ത് സാമ്പത്തിക ശുദ്ധിയില്ലാത്ത ആളുകൾ പിന്നെ കാണാം അവരെ പച്ച കുഫറിന്റെ ആളുകളായി, നിരീശ്വരവാദികളായി അതൊക്കെ കാണാം. എന്തുകൊണ്ടാണ്? കുറച്ചു മുമ്പ് പാലിക്കേണ്ട ഇത് ഹക്കവൻ പാലിച്ചിട്ടില്ല എന്നതുപോലെ സഹോദരങ്ങളെ നന്നായി വൻപാപങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. നാളെ നമ്മളെ പിടിച്ചേക്കാം. വേഗം വേഗം തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അവനിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹുവിനോട് ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുക. വഫാഹിഷ എന്നാൽ വ്യഭിചാരമാണ് ആദ്യം. ഇവിടെ ഈ ആയത്തിൽ എന്താണ് ഫാഹിഷ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? ഇബ്നു കസീർ പറയുന്നു, ലാ യഖ്റുജന മിൻ ബുയൂതിഹിന്ന, അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവൾ പോകാനോ പാടില്ല. ഇല്ല അൻ തർതകിബൽ മർഅതു ഫാഹിഷതൻ മുബയ്യന, വ്യക്തമായ ഫാഹിഷത്ത് ആ പെണ്ണ് ചെയ്താലല്ലാതെ. ഫതുഖ്റജു മിനൽ മൻസിൽ, അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. വൽ ഫാഹിഷത്തുൽ മുബയ്യനതു തശ്മലു സിനാ, ഇവിടെ അള്ളാഹു പറഞ്ഞ വ്യക്തമായ ഫാഹിഷ, വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കാൻ കാരണമാകുന്ന ഫാഹിഷ എന്നതിൽ സിന, വ്യഭിചാരം ഉൾപ്പെടും. എന്നാൽ വ്യഭിചാരം മാത്രമല്ല, വതശ്മലു മാദാ നശസത്തിൽ മർഅതു ഔ ബദത് അലാ അഹ്ലിർ റജുലി വആദതുഹും ഫിൽ കലാമി വൽ ഫിആൽ. ചില സ്ത്രീകൾ ഉണ്ടാകും നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ ജനങ്ങളെ ഒന്നാകെ ദ്രോഹിച്ചു കളയും, ഭർത്താവിനെയും അയാളുടെ വീട്ടുകാരെയും ഒക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ അവളെ നിർത്താൻ പറ്റൂല എന്ന അവസ്ഥ ഉണ്ടാവും ചില സമയത്ത്. അപ്പോ അങ്ങനെയുള്ളവളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ട് കുറ്റമില്ല. ഇതിലെല്ലാം അള്ളാഹു ആദ്യം പറഞ്ഞത് മറക്കാതിരിക്കുക. വത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണം ചിലപ്പോൾ തകരാറ് അവൾക്കായിരിക്കൂല, അവനായിരിക്കും. നമ്മുടെ വാക്ക്, നമ്മൾ പറഞ്ഞ വാക്കുകൾ അതായിരിക്കും നമുക്ക് തിരിച്ചടിക്കുക. പല സലഫുകളും പറഞ്ഞിട്ടുണ്ട്, നീ മോശമായത് പറഞ്ഞാൽ, വാക്ക് സൂക്ഷിക്കാതെ നല്ലത് പറയാതെ മോശമായ വാക്ക് പറഞ്ഞാൽ പിന്നെ മോശമായത് കേൾക്കേണ്ടി വന്ന ആരെയും പരാതി പറയണ്ട. മനസ്സിലായോ? അങ്ങോട്ട് മോശമായത് പറഞ്ഞിട്ട് മോശമാവണമെന്നില്ല, ചിലപ്പോൾ ആവശ്യമില്ലാത്തതായിരിക്കും. അങ്ങോട്ട് ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ഇങ്ങോട്ട് ആവശ്യമില്ലാത്തത് കേട്ടാൽ പിന്നെ എന്ത് പറയണ്ട, പരാതി പറയണ്ട. തുടങ്ങിയാരാ? നീയാണ്. അപ്പൊ എന്നതുപോലെ കലാമിനങ്ങനെ കുറെ ഒരുപാട് അനന്തര ഫലങ്ങളുണ്ട്. നളറിനുള്ളതുപോലെ, നോട്ടത്തിനുള്ളതുപോലെ വാക്കിന് എമ്പാടും മോശമായ ഫലങ്ങളുണ്ട്. സലഫുകൾ പലരും പറഞ്ഞതുപോലെ ഞാൻ സംസാരിച്ചതിന് ഒരുപാട് തവണ ഞാൻ ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്. വെറുതെ അങ്ങനെ പറഞ്ഞത്, ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ ഞാൻ മിണ്ടാതിരുന്നതിന് ഇതുവരെ ഖേദിക്കേണ്ടി വന്നിട്ടില്ല. അസ്വംതു ഹിക്മ വഖലീലുൻ ഫാഇലുൻ, അസ്വംതു ഹിക്മ വഖലീലുൻ ഫാഇലുൻ. ലുഖ്മാൻ ഉണ്ടല്ലോ, പഴയ ലുഖ്മാൻ അൽ ഹക്കീം, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആ സാലിഹായ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞ വാക്കാണിത് എന്നാണ് പല കിതാബുകളിലും കാണുന്നത്. വല്ലാഹു അലം. അസ്വംതു ഹിക്മ വഖലീലുൻ ഫാഇലുൻ, മൗനം, മിണ്ടാതിരിക്കാന്നുള്ളത് ഒരു ഹിക്മത്താണ്. പക്ഷെ അത് ചെയ്യുന്നവർ വളരെ കുറവാണ്. മിണ്ടാതിരിക്കാന്നുള്ളത് ഒരു ഹിക്മത്താണ്, പക്ഷെ അത് ചെയ്യുന്നവർ വളരെ കുറവാണ്. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു وما بقي إلا صورة اللحم والدم وكائن ترى من ساكت لك معجب وكائن ترى من ساكت لك معجب زيادته أو نقصه في التكلم. الأعور الشني എന്ന് പേരുള്ള ഒരു കവി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്, മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്താണ്. അയാളാണ് പാടിയത് എന്നാണ് പറയപ്പെടുന്നത് ഈ കവിത. لسان الفتى نصف ونصف فؤاده وما بقي إلا صورة اللحم والدم وكائن ترى من ساكت لك معجب زيادته أو نقصه في التكلم. ലിസാനുൽ ഫത നിസ്ഫ്,
ഒരു മനുഷ്യന്റെ നാവാണ് അയാളുടെ പകുതി, ബാക്കി പകുതി കൽബും. പിന്നുള്ളതൊക്കെ വെറും ചോരയും മാംസവും അല്ലാതെ വേറെന്താണ്? ഒരാളെ നീ കണ്ടാൽ അയാൾ മിണ്ടാതിരിക്കുന്ന കാലത്തോളം നിനക്ക് അയാളെ കുറിച്ചൊരു അജബ് തോന്നും. എന്താ ഇയാള്, ഒരത്ഭുതം തോന്നും. അത് കൂടുന്നതും കുറയുന്നതും അയാൾ മിണ്ടിയാലാണ്. അയാളെ കുറിച്ചുള്ള ധാരണ ഒന്നുകിൽ പൊളിയും അല്ലെങ്കിൽ ഉയരും. അതൊക്കെ എന്തിനനുസരിച്ചിട്ടാണ്? പിന്നെ അയാൾ സംസാരം കേട്ടാനാണ്. എന്നൊരു കവി പാടുകയുണ്ടായി. 3 കവികൾ ഒരുമിച്ച് ചേർന്നു. എന്നിട്ട് 3 ആളും ഈ 2 വരികൾ പാടി. അപ്പൊ ബാക്കി 2 ആളുകൾ പറഞ്ഞു, ഇദ്ദേഹം നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞു ഈ കവിത കേട്ടപ്പോൾ. അസും എന്ന ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ കവിത ഉദ്ധരിച്ചിരിക്കുന്നു. എന്നതുപോലെ ചിലപ്പോൾ നമുക്കായിരിക്കും പ്രശ്നം. നമ്മൾ പ്രശ്നമുണ്ടെന്ന് കരുതുന്ന ആളുകൾക്കല്ല. അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് മുഹാസബ, സ്വന്തത്തെക്കുറിച്ചുള്ള വിചാരണ, ആത്മവിചാരണ ഏത് സമയത്തും നടത്തിക്കൊണ്ടേയിരിക്കണം. അതൊരാളുടെ ഖൈറിന്റെ ലക്ഷണമാണ്. അവനവന്റെ തെറ്റുകളെക്കുറിച്ച് ബോധമുണ്ടാവുക, അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നത് ഒരാളുടെ നന്മയുടെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതുപോലുള്ള വ്യക്തമായ ഫാഹിഷത്തുള്ള പെണ്ണാണോ എങ്കിൽ അവളെ ചിലപ്പോ പുറത്താക്കേണ്ടി വരും, തെറ്റില്ല. എന്താണ് ഈ ഫാഹിഷത്തു മുബയ്യന? ഒന്നിക്കിൽ വ്യഭിചാരം, അല്ലെങ്കിൽ ഭർത്താവിനോടും വീട്ടുകാരോടുമുള്ള വൃത്തികെട്ട വാക്കുകൊണ്ട് പ്രവൃത്തികൊണ്ട് അവരെ ദ്രോഹിക്കുക എന്നതും ഫാഹിഷത്തിൽ ഉൾപ്പെടും. അങ്ങനെയുള്ളവരെ പുറത്താക്കിയാൽ തെറ്റില്ല. വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്. ഇബ്നു കസീർ പറയുന്നു, ഐ ശറായിഉഹു വ മഹാരിമുഹു, അള്ളാഹുവിന്റെ ദീനിലെ നിയമങ്ങളും അവൻ പവിത്രമാക്കിയ ലംഘിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളുമാകുന്നു. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, ആര് അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ വിട്ടുകടന്നുവോ, ഐ യഖ്റുജു അൻഹാ വയതജാവസുഹാ ഇലാ ഗൈരിഹാ വലാ യഅ്തമിറു ബിഹാ, അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കാതെ അതല്ലാത്തതിലേക്ക് ചാടിപ്പോകുന്നു, ഫഖദ് ളലമ നഫ്സഹ, അവൻ സ്വന്തത്തോട് ദുൽമു ചെയ്തിരിക്കുന്നു. ഐ ബിഫിഅലി ദാലിക, അത് ചെയ്തത് മുഖേന ആരാണ് അവൻ ദ്രോഹിച്ചിട്ടുള്ളത്? അവനവനെയാണ്. അള്ളാഹുവിനോട് ദുൽമു ചെയ്യാൻ കഴിയോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞുവെന്ന്, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈആ. ഓ മനുഷ്യരെ, എന്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, നിങ്ങളിലെ ജിന്നും ഇൻസും, മനുഷ്യരും ജിന്നുകളും എല്ലാം ഏറ്റവും വൃത്തികെട്ട കൽബുള്ള ഒരുവന്റെ കൽബാണ് നിങ്ങളുടെ എല്ലാവരുടേതെങ്കിലും എങ്കിൽ പോലും ഏറ്റവും വൃത്തികെട്ട കൽബ് അതാരുടേതാണ്? ഇബ്ലീസിന്റെ. ഇബ്ലീസിനെ പോലെയായി ലോകത്തെല്ലാവരും. എങ്കിലും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈആ, എന്റെ മുൽക്കിൽ നിന്ന് ഒന്നും കുറയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവന് റബ്ബിന്റെ മഹത്വമോ അവന്റെ അധികാരമോ ഒന്നും കുറയുകയില്ല. അതിന്റെ മറുവശവും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ. നിങ്ങളിൽ എല്ലാവരും, നിങ്ങളിൽ മനുഷ്യരും ജിന്നുകളും ആദ്യത്തെ ആളോ അവസാനത്തെ ആളോ എല്ലാവരും ഏറ്റവും നല്ല കൽബുള്ള ഒരാളുടേതുപോലെയായി നിങ്ങളുടെ എല്ലാവരുടെ കൽബ്. അതാരുടെ കൽബാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയെ പോലെയായി നോട്ടിക്കോ എല്ലാവരും. എങ്കിലും അള്ളാഹിന്റെ മുൽക്കിൽ നിന്നൊന്നും കൂടാനില്ല. അതുകൊണ്ട് ആര് പരലോകത്തെത്തി അവന് ഖൈർ കിട്ടിയോ ഫലിഹ്മദില്ലാഹ്, അവൻ അള്ളാഹിനെ സ്തുതിക്കട്ടെ. വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ, ഖൈറല്ല നരകമാണ് കിട്ടിയത്, അദാബാണ് കിട്ടിയത്, സ്വന്തത്തെ അല്ലാതെ അവൻ കുറ്റം പറയേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസാണ്. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസ് അദ്ദേഹത്തിന്റെ 40 ഹദീസുകളിൽ വരെ 40 ഹദീസുകൾ മാത്രം കൊണ്ടുവന്ന 42ആണ്, 40 എന്ന് റൗണ്ട് ചെയ്ത് പറയുന്നതാണ്, അൽ അർബഊന അൻ-നവവിയ്യ, അതിൽ വരെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മഹത്തായ ഒരു ഹദീസാണ്. എന്നതുപോലെ സ്വന്തത്തോടാണ് അതിക്രമം ചെയ്യുന്നത്. അള്ളാഹുവിനെ ധിക്കരിച്ച് ഏതൊരാളും ദുൽമ ചെയ്യുന്നത് അവനവനോടാണ്. ചെയ്ത ദുൽമിന്റെ ഫലം അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും, ഈ ലോകത്തും പരലോകത്തും. ഈ ലോകത്ത് വരുന്ന ദുരന്തങ്ങളായി മറ്റു വല്ലതുമായി അള്ളാഹുവിന്റെ പിടുത്തം അവൻ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അല്ലാഹു അഅലം. എന്നിട്ട് അള്ളാഹു പറയുന്നു, ലാ തദ്രി, നിനക്കറിയില്ല, ലഅല്ലല്ലാഹ, അള്ളാഹു ആക്കിയേക്കാം, യുഹ്ദിസു, പുതുതായി കൊണ്ടുവന്നേക്കാം, ബഅദ ദാലിക, അതിനുശേഷം അഥവാ തലാഖിന് ശേഷം, അംറാ, വല്ല കാര്യവും. എന്താണത്? ഇബ്നു കസീർ പറയുന്നു, ഇന്നമാ അബ്ഖൈനൽ മുതല്ലഖ, അഥവാ അതിന്റെ അർത്ഥം അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത്, തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയെ നാം നിർത്തണമെന്ന് പറഞ്ഞത്, ഫിമൻസിലി സൗജ്,
ഭർത്താവിന്റെ വീട്ടിൽ ഫീ മുദ്ദത്തിൽ ഇദ്ദയുടെ കാലത്ത് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെ നിർത്തണം എന്ന് നാം പറഞ്ഞത് ലഅല്ല സൗജ് ഭർത്താവ് ചിലപ്പോൾ അയക്കാം യന്ദമു അലാ തലാഖിഹ തലാഖ് ചൊല്ലിയതിൽ അയാൾക്ക് ഖേദം തോന്നിയേക്കാം വയഖ്ലുഖു അല്ലാഹു ഫീ ഖൽബിഹി റജഅതഹ അല്ലാഹു അവളുടെ ഖൽബിൽ അവളെ തിരിച്ചെടുക്കാനുള്ള ആഗ്രഹം ഇട്ടുകൊടുത്തേക്കാം ഫയകൂനു ദാലിക ഐസർ വഅസ്ഹൽ അങ്ങനെ തോന്നിയാൽ തിരിച്ചെടുക്കാൻ എളുപ്പവും ഏറ്റവും നല്ല വളരെ എളുപ്പത്തിൽ അത് നടക്കാൻ ഇതാണ് ഖൈർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ഇന്നൽ ഉൽഫത മിനല്ലാഹ് വൽ ഫുർഖത മിനശ് ശൈത്താൻ ഈ അടുപ്പം ചേർച്ച ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അടുപ്പവും ചേർച്ചയും റബ്ബിങ്കിൽ നിന്നുള്ളതാണ്, അള്ളാഹ് ഇഷ്ടപ്പെടുന്നതാണ്. അവർ തമ്മിലുള്ള വെറുപ്പും ഭിന്നതയും ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെ ആദ്യം കണ്ടാൽ അവളെ പിന്നിൽ നിർത്തി 2 റക്അത്ത് നിസ്കരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ ആദ്യം പെണ്ണിനെ ആദ്യം കാണുമ്പോൾ ഭർത്താവ് ഇമാമായി നിന്ന് ഭാര്യ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് പറയുന്നതിന് മുമ്പ് പറഞ്ഞു ഉൽഫ അടുപ്പം അത് റബ്ബിങ്കിൽ നിന്നാണ്, ഫുർഖ അത് ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ശൈത്താൻ ഏറ്റവും ഇഷ്ടം എന്താണ് നോക്ക്, ഒരാള് ശൈത്താൻ അവന്റെ കൊട്ടാരം അവന്റെ സിംഹാസനം വെള്ളത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടലിലാണ്. അവന്റെ സൈന്യങ്ങൾ അവനയക്കും. ഓരോരുത്തരും വന്ന് ശൈത്താനോട് വന്ന് പറയും ഇതാ ഞാൻ ഇന്നൊരുത്തനെ കൊണ്ട് വ്യഭിചരിപ്പിച്ചു. ശൈത്താൻ പറയില്ല അല്ലഹു യതൂബ് അവൻ തൗബ ചെയ്തു, ഞാൻ ഇന്നൊരാളെ കൊണ്ട് ഇങ്ങനെ ചെയ്തു നാളെ നന്നായേക്കും. അപ്പൊ വേറൊരാൾ വന്ന് മറ്റൊരു ശൈത്താൻ വന്ന് പറയുന്നു ഞാൻ ഇന്നൊരുവനെയും അവന്റെ ഭാര്യയും തമ്മിൽ തെറ്റിച്ചു. ഇബ്ലീസ് ഇയാൾ അഭിനന്ദിക്കുമെന്നാണ്. നിഅമ അൻത നീ എത്ര നല്ലവനാണ്, നീയാണ് ആൺകുട്ടി എന്ന രൂപത്തിൽ ഇബ്ലീസ് അവന്റെ അനുയായിയെ ശൈത്താന്മാരിൽ ഒരാളെ അഭിനന്ദിക്കും. എന്താണ് ഇതിന്റെ ഷർറ് വളരെ വലുതാണ്. ഒരാൾ തന്റെ ഭാര്യയുമായി തെറ്റിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതം ഒന്നാകെ പൊളിയുന്ന രൂപത്തിൽ അയാൾ ഒരുപാട് ഹറാമുകളിലേക്ക് ചാടാൻ സാധ്യതയുണ്ട്. ഒരുപാട് മോശമായ ഫലങ്ങൾ അതിന്റെ ഫലമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഷർറ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നോക്ക് ശൈത്താൻ എപ്പോഴും 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 ശ്രമിക്കുക എന്താണ് ഈ ഭാര്യയുമായി തെറ്റിക്കാനാണ്. എന്നാൽ നോക്ക് അപ്പുറത്ത് ഇവന് ഹറാമായ ഇവന് ബന്ധമില്ലാത്ത അന്യായ ഒരു പെണ്ണിനോട് എന്താണ്. പണ്ഡിതന്മാർ പറയാറുണ്ട് ചില ആളുകൾ അജ്നബിയത്തായ അന്യായ ഒരു പെണ്ണിനോട് എപ്പെങ്കിലും സംസാരിക്കേണ്ടി വന്നാൽ ഏറ്റവും അഹ്സനായ സൂറത്തിലാണ് അവനെ സംസാരിക്കുന്നത്. എന്താ അവന്റെ മാന്യത, എന്താ അവന്റെ സംസാരത്തിന്റെ ഒരു മൊഞ്ചെന്താണ്. പണ്ഡിതന്മാർ പറയാം ഇതേപോലെ എന്റെ ഭാര്യനോട് സംസാരിക്കും, കാര്യങ്ങൾ വളരെ എളുപ്പമാവും, കാര്യങ്ങൾ വളരെ എളുപ്പമാവും. കാരണം അവർ പറയാറുണ്ട് സ്ത്രീകൾ എന്നാൽ അവരെ ഇസ്തിമാലത്ത് വളരെ എളുപ്പമാണ്, കാരണം അവർ വേഗം ചായുന്നു വരാൻ. അതിനുള്ള ഉദാഹരണമാണ് ഒരു സ്ത്രീയെ ഒരു ഭർത്താവ് വിവാഹം ചെയ്യുന്നു, അയാൾ മരിച്ചു പോകുന്നു, വേറൊരാൾ വിവാഹം ചെയ്യുന്നു. വളരെ നല്ല സ്നേഹത്തിൽ മുമ്പ് ഇങ്ങനൊരു ജീവിതമേ ഉണ്ടായിട്ടില്ല എന്നതുപോലെ അവൾ പുതിയ ഭർത്താവുമായി ഇണങ്ങിച്ചേരുന്നു. കാരണം അല്ലാഹു അങ്ങനെയാണ് അവരെ പഠിച്ചിട്ടുള്ളത്, പുരുഷന്മാരിലേക്ക് ചായുന്ന രൂപത്തിൽ. അതുകൊണ്ട് ഒരു പുരുഷൻ അയാളുടെ ഏറ്റവും ഹൈറായ അയാളുടെ കഴിവാണ് അയാൾ തന്റെ ഭാര്യയെ തന്നിലേക്ക് ചായുന്നവളാക്കുക എന്നത്. ഒന്നും വേണ്ട, നല്ല വർത്താനം പറഞ്ഞാൽ മതി. ഈ പുറത്തുള്ള പെണ്ണുങ്ങളോട് പറയുന്ന മൊഞ്ചും മാന്യതയും മിടുക്കും അത്രയൊന്നും വേണ്ടല്ല. അതിന്റെ ഒരു വളരെ ചുരുങ്ങിയ ശതമാനം പ്രയോഗിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടും. അപ്പൊ സഹോദരങ്ങൾ, ഇത് നമ്മളൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഹഖീഖത്താണ്. എത്ര മാന്യന്മാരായിട്ടാണ് അന്യരായ പെണ്ണുങ്ങളുടെ മുന്നിൽ ആളുകൾ സ്വയം പ്രദർശിപ്പിക്കുന്നത്. പല ആളുകളും പണ്ഡിതന്മാരോട് ചോദിക്കാറുണ്ട്, അവർ തലാഖ് ചൊല്ലിയതിനു ശേഷം ചിലപ്പോൾ 3 ചൊല്ലിയതിനു ശേഷം വരെ അവർക്ക് ഭാര്യമാരോട് അതിനുശേഷം വളരെ അടുപ്പം തോന്നുകയാണ്. ചിലപ്പോൾ 3 തലാഖും കഴിഞ്ഞതിന് ശേഷം ഇവനുമായി ബന്ധം വേർപെട്ടതിന് ശേഷം അവർ പിന്നെ ഏർപ്പെടുന്ന ബന്ധം എന്താണ്? ഹറാമായ ബന്ധമാണ്. കുറച്ചു മുമ്പ്
ഇത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഹലാലായ പുണ്യകരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ഫി ബുദ്ഇ അഹദികും സദഖ. നിങ്ങളൊരാൾ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പുണ്യകരമായ ഒരു കാര്യമായിരുന്നു. തലാഖിന് ശേഷം ഇത് ഹറാമായി. ആ കാലത്ത് ഇവന് വെറുപ്പായിരുന്നു അവൻ്റെ ഭാര്യയോട്. അതിനുശേഷം അതാ ശൈത്താൻ അടുപ്പിക്കുകയാണ്. ഇതാണ് ശൈത്താന്റെ തന്ത്രം, കുതന്ത്രം. ഇത്ര മോശമായ കുതന്ത്രമാണ് അവൻ്റേത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു നമുക്ക് ഖൈർ വെച്ചിട്ടുള്ള ബന്ധങ്ങളിൽ ശൈത്താൻ വെറുപ്പുണ്ടാക്കും. എന്നാൽ അള്ളാഹ് ഹറാമാക്കിയിട്ടുള്ള പുറത്തുള്ള ഏതെങ്കിലും പെണ്ണിനോട്, അജ്നബിയച്ചായ ഒരു പെണ്ണിനോട് ഹുബ്ബ് തോന്നിക്കും. ഇതൊക്കെ ആരുടെ പണിയാണ്? ശൈത്താന്റെ പണിയാണ്. ഇതൊക്കെ ശൈത്താന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശൈത്താൻ ഒരു സ്ത്രീയുടെ രൂപത്തിൽ വരും, തിരിഞ്ഞു നടക്കും, മുൻഭാഗം പ്രദർശിപ്പിച്ചും പിൻഭാഗം പ്രദർശിപ്പിച്ചും നടക്കും. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ കണ്ടാൽ അവനവന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലട്ടെ, കാരണം ഇവൾക്കുള്ളതൊക്കെ അവൾക്കുമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി, അവിടുന്ന് ഒരു പെണ്ണിനെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ എന്തോ തോന്നി. അവിടുന്ന് വേഗം അവിടുത്തെ ഭാര്യയുടെ അടുത്തേക്ക്, സൈനബ് റളിയല്ലാഹു അൻഹ അടുത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആഗ്രഹം തീർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാതൃകയാണ്. കാരണം എന്താ? അള്ളാഹു ഹലാലാക്കിയതിൽ നമുക്ക് തൃപ്തി ഉണ്ടാവുക, അള്ളാഹു ഹറാമാക്കിയതിനോട് നമുക്ക് ഹുബ്ബ് തോന്നിപ്പിച്ചു തരുന്നത് ആരാണ്? ശൈത്താനാണ്. ചിലപ്പോ നമ്മൾ രണ്ടാമത് നോക്കിയില്ലായിരിക്കാം, ഒറ്റ തവണ നോക്കിയിട്ടുണ്ടാവുള്ളൂ. അതിൽ തന്നെ ശൈത്താൻ പിടിച്ചേക്കാം. ശൈത്താന്റെ കുതന്ത്രം അത്രയും വലുതാണ്. ഒരു തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബിനോട് പറഞ്ഞില്ല, ഫഇന്ന ലക്കൽ ഊല, ഒന്നാമത്തേത് നിനക്ക് അനുവദനീയമാണ്. എന്താ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ അനുവദനീയാണെന്ന് പറഞ്ഞാൽ ഒരു തവണ കണ്ട് അങ്ങനെ തന്നെ നോക്കിക്കലാണോ? അല്ല, കണ്ടാൽ കണ്ണുകൾ താഴ്ത്താനാണ് അല്ലാഹു പറഞ്ഞത്. യഗ്ദൂ മിൻ അബ്സാരിഹിം, കണ്ണുകൾ താഴ്ത്തുക. പിന്നീട് നീ രണ്ടാമത് നോക്കാൻ പാടില്ല. ഒന്നാമത്തെ നോട്ടം ദീർഘിച്ചു നോക്കാനോ, കണ്ടുപോയാൽ നീ ആ നോട്ടം തുടരാനോ, രണ്ടാമത് നോക്കാനോ നിനക്ക് പാടില്ല. എന്നാൽ നോക്ക്, ഇതൊന്നും ചെയ്തില്ല, നമ്മൾ നോക്കിയതുമില്ല, ആദ്യത്തെ നോട്ടം തന്നെ ദീർഘിപ്പിച്ചതുമില്ല, കണ്ണുകൾ താഴ്ത്തി, രണ്ടാമത് അങ്ങോട്ടേക്ക് നോക്കിയതുമില്ല. എങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ കണ്ണുകൾ പതിഞ്ഞു പോയേക്കാം. എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിഹാരം പഠിപ്പിച്ചു. അവന്റെ ഭാര്യയുടെ അടുത്തേക്ക് അവൻ ചെല്ലുക, അവന്റെ ആഗ്രഹം തീർക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്തിനാണ്? ശൈത്താൻ വളരെ കടുത്തതാണ് അവന്റെ കെണി, അവന്റെ ഷർറ് വളരെ വലുതാണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവന്റെ ദീൻ നമ്മൾ പാലിക്കുക. നമ്മൾ നശിച്ചു പോകും, നമ്മുടെ ദീനില്ലാതെ ആയി പോകും, നമ്മുടെ അഭിമാനമില്ലാതെ ആയി പോകും, എല്ലാം ദുഷിച്ചു പോകും. സമൂഹത്തെ ഒന്നാകെ നശിപ്പിക്കുന്ന തിന്മയാണ് സിന, വ്യഭിചാരം എന്നത്. അതിന്റെ ഷർറ് ഒരാളിൽ നിൽക്കുകയില്ല, മറിച്ച് ഒരുപാട് വലുതാണ് അതിന്റെ ഷർറ്. തലമുറകൾ നീണ്ടു നിൽക്കും. കാരണം ഉപ്പ ഏതെന്നറിയാത്ത കുഞ്ഞുങ്ങളുണ്ടാകും. ഇനി അറിഞ്ഞാലും ആ വ്യഭിചാരത്തിന്റെ പിതാവിലേക്ക് ചേർത്ത് പിടിക്കാൻ പാടുണ്ടോ? പാടില്ലാത്തതാണ്. ഉദാഹരണത്തിന് ഒരുത്തൻ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചു, അവളതിൽ ഗർഭിണിയായി, കുട്ടിയുണ്ടായി. അതിനുശേഷം ഇവൻ അവളെ വിവാഹം ചെയ്താൽ പോലും ആ കുഞ്ഞിനെ ഇബിനെന്ന് പറഞ്ഞ് ഇയാളിലേക്ക് ചേർത്ത് വിളിക്കാൻ പാടില്ല. ആ കുഞ്ഞിനെ ഉമ്മയിലേക്ക് മാത്രമേ ചേർത്ത് വിളിക്കാൻ പാടുള്ളൂ. ഫുലാൻ ഇബൻ ഉമ്മിഹി, അവൻ്റെ ഉമ്മാന്റെ പേര്. അപ്പൊ നമുക്ക് നസബില്ലാത്ത, പിതൃത്വം ഏറ്റെടുക്കാൻ ആളില്ലാത്ത രൂപത്തിലുള്ള കുട്ടികളുണ്ടാവുക. ഇങ്ങനെ ദുഷിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്താണ്? അൽവലദു ലിൽ ഫിറാശ് വലിൽ ആഹിരിൽ ഹജർ. കുട്ടി ആരുടേതാണ്? കുട്ടി ഫിറാശിൻ്റെതാണ്. അവളുമായി വിരിപ്പിൽ കിടന്ന അവളുടെ ന്യായപ്രകാരമുള്ള ഭർത്താവ് ആരാണോ അയാളിലേക്ക് ചേർത്തിട്ട് മാത്രമേ ആരെ പറയുള്ളൂ? കുട്ടിയെ പറയുള്ളൂ. ഞാൻ വ്യഭിചരിച്ചിട്ടായ കുട്ടിയാണെന്ന് പറഞ്ഞ് ഒരുത്തൻ വന്നാൽ അവനെന്താ? അവന് കുട്ടിയെ ചേർത്തി പറയല്ല ചെയ്തത്, ഹജർ, അവന് ഏറാണുള്ളത്. മനസ്സിലായോ? എന്നതുപോലെയാണ്. അപ്പൊ ഇത് ഫിറാഷ്, വൈവാഹിക ബന്ധം, അതിലൂടെ അല്ലാതെ കുട്ടികൾ ഉപ്പയിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. വ്യഭിചാരിണിയായ ഒരു പെണ്ണിനെ
വിവാഹം ചെയ്യാൻ ഒരു മുസ്ലിമിന് പാടില്ല. അത് മുശ്രിക്കിന്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചേർത്തി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സമൂഹത്തെ ഒന്നാകെ ദൂഷിപ്പിച്ച് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന തെറ്റാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കണം, അതിലേക്ക് കൊണ്ടുപോകുന്ന ആൾ ഇപ്പൊക്കെ വളരെ എത്ര എളുപ്പത്തിലാണ് ആളുകൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. വലിയ വലിയ പത്രങ്ങൾ, വലിയ വലിയ മുഖ്യധാര പത്രങ്ങളിലൊക്കെയുള്ള ഫീച്ചറുകൾ എന്താണ്? വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം കുറ്റമാണോ? അവന്റെ ചോദ്യമാണ്. എന്നിട്ട് ഓന്റെ ഒരുപാട് പഠനങ്ങൾ, കുറെ ആളുകളുടെ അഭിപ്രായം. എന്ത് തോന്നിവാസാണെന്ന് ആലോചിച്ച് നോക്ക്. ഏത് ദീനിലാണ് വ്യഭിചാരം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഹീനാൽ ഇറക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ദീനിന്റെ അസ്ലിൽ, അടിസ്ഥാനത്തിൽ, മനുഷ്യരാൽ തിരുത്തപ്പെടാത്ത ദീനിൽ വ്യഭിചാര ഖൈറാന്ന് പറയോ? ഒരിക്കലുമില്ല. അപ്പൊ നോക്ക്, ഇത് തെറ്റാണോ അല്ലേ എന്ന് ഓരോരുത്തരും ചർച്ച ചെയ്യുകയാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം വ്യഭിചാരം എന്ന് പറയില്ല, അതിന് വേറെ പേരിടുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അപ്പോ സ്വതന്ത്ര ലൈംഗികത, ഇതൊക്കെ പറയുന്നവർ കൊണ്ടുപോകുന്നത് എന്തിലേക്കാണെന്ന് ചിന്തിച്ചു നോക്ക്. ഒരു കന്നുകാലികളെ പോലെയുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അങ്ങനെ നിശ്ചയിച്ചതാണ്. അല്ലാഹു തീരുമാനിച്ചനുസരിച്ച് മാത്രമേ അവർ നീങ്ങുന്നുള്ളൂ എന്നതുപോലെ ഒരു നിയന്ത്രണവുമില്ലാത്ത, വെല്ലുപ്രയ്ക്കില്ലാത്ത എന്ത് കുടുംബം എന്താണ് പിന്നെ ഉണ്ടാകുക? എന്ത് കുടുംബബന്ധം? അപ്പൊ ആരിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? ഇതൊക്കെ അനുവദിച്ചിട്ടുള്ള നാടുകൾ, യൂറോപ്യൻ നാടുകൾ, പാശ്ചാത്യ നാടുകൾ, അവിടുത്തെ അവസ്ഥ എന്താണ്? ചിന്തിച്ചു നോക്ക്. വളരെ മോശമായ രൂപത്തിൽ, മാനുഷികമായ യാതൊരു നിലക്കുള്ള മൂല്യങ്ങളും പാലിക്കാത്ത ജീവിതശൈലി, അതിലേക്കാണ് ഇവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതിലേക്കാണ്. പലപ്പോഴും അവർ പോലും അറിയാതെ ഇത് അവസാന കുടുംബത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും ആരാണ് അവനവന്റെ കുടുംബത്തിൽ ഇത് തൃപ്തിപ്പെടുക, അവനവന്റെ കുടുംബത്തിൽ വ്യഭിചാരം തൃപ്തിപ്പെടുക. പക്ഷെ സംഭവിക്കും. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, നീ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നീ കടം കൊടുത്തതുപോലെ. നീ പുറത്തു പോയി ചെയ്താൽ നിന്റെ വീട്ടിൽ അത് നടക്കും, നിന്റെ വീട്ടിലെ ചുമരെങ്കിലും വ്യഭിചരിക്കും എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കവിത വന്നിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, നന്നായി നമ്മൾ സൂക്ഷിക്കുക. അതിലേക്ക് എത്തിക്കുന്ന മുഖദ്ദിമാത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. മോശമായ നോട്ടം അതിലേക്ക് എത്തിക്കുന്നതാണ്. ചാനലുകൾ, വീട്ടിൽ നിന്ന് അത് പൊട്ടിച്ച് വലിച്ചെറിയാതെ ഒരാളും വിചാരിക്കരുത് അവരുടെ മക്കൾ നന്നാവും. ഒരാളും വിചാരിക്കണ്ട. കുട്ടികൾ ദൂഷിക്കും. എങ്ങനെയാണ് കുട്ടികൾ നന്നാകുക? ഇവരെന്താണ് ഇതിൽ നോക്കി കാണുന്നത്? ഈ കണ്ടുപഠിച്ചത് എവിടെ പോയി അവർ പ്രയോഗിക്കും? കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അതിന് 35 വയസ്സാണ്ടേ, അത് പറ്റില്ലല്ലോ. അപ്പൊ കുട്ടികൾ ഇത് കണ്ടാൽ ഇതിൽ നോക്കി പഠിച്ച് എവിടെയാണ് ഇവർ പ്രയോഗിക്കുക? അപ്പൊ നോക്കും, അപ്പൊ പുറത്തേക്ക് പോകും. ഇപ്പൊ കണ്ടില്ല, പത്രങ്ങൾ ചർച്ചയാണ്. ആലിംഗനം തെറ്റാണോ? എന്താ കുട്ടികൾ കണ്ടത് പോയി സ്കൂളിൽ പോയി പ്രയോഗിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളും അതിനുണ്ട്. അത് തെറ്റാണോ അല്ലെന്ന് ചർച്ച ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. അപ്പൊ സഹോദരങ്ങൾ, ഇങ്ങനെ അരാജകത്വത്തിലേക്ക് ആണ് ആളുകൾ കൊണ്ടുപോകുന്നത്. അതിനവർക്കുള്ള മറയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ എങ്ങനെയും മോശമാക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ ലക്ഷ്യം അവർക്ക് നേടണമെങ്കിൽ ഏറ്റവും വലിയ തടസ്സം ഈ ദീനാണ്. അള്ളാഹുവിന്റെ ദീനാണ് അവരുടെ മുന്നിലുള്ള തടസ്സം. അപ്പൊ ഇതിനെ പ്രാകൃതമാണെന്ന് ചിത്രീകരിക്കുക. 6-ാം നൂറ്റാണ്ടിലേതാണ്, ഇത് പറയാൻ പാടില്ല. തെറ്റാണെന്ന് അവർക്കെതിരെ വാളോങ്ങുക. തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞവർക്കെതിരെ വാളോങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ എഴുതി വിടാൻ, സ്വതന്ത്ര ലൈംഗികതയിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ. സമൂഹ മാധ്യമത്തിൽ എഴുതാം, പത്രത്തിൽ എഴുതാം, ഒരു പ്രശ്നമില്ല. എന്നാൽ ഏതെങ്കിലും തെറ്റുകൾക്കെതിരെ ഒരുത്തം പറഞ്ഞാലോ അവനെ വിടൂല. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ അവസ്ഥ. ഇതിലേക്ക് പോകുന്നവർ സ്വയം ആണ് നാശത്തിലേക്ക് പോകുന്നത്. ഇസ്ലാമിലൊന്നും സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അള്ളാഹു അതിനെ സംരക്ഷിക്കും. നശിച്ചവൻ നശിക്കും. നശിക്കാൻ അള്ളാഹു തീരുമാനിച്ചവൻ നശിച്ചു പോകും. ഇതിന്റെ ഒക്കെ ഷർറ് അവനവന്റെ കുടുംബത്തിലും സമൂഹത്തിലുമാണ് ഉണ്ടാവുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീൻ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.